നമസ്കാരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നീണ്ട 77 വർഷങ്ങളായി ജർമ്മനി മനഃപൂർവ്വം ഒഴിവാക്കി പോന്ന ഒന്നാണ് സൈനിക തന്ത്രം അഥവാ മിലിറ്ററി സ്ട്രാറ്റജി. തങ്ങളുടെ ഭൂതകാല ചരിത്രവും യുദ്ധാനന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ജർമ്മനി. എന്നാൽ 2026 ഏപ്രിലിൽ ഈ മൗനവും അവ്യക്തതയും അവസാനിപ്പിച്ചുകൊണ്ട് ജർമ്മനി പുറത്തിറക്കിയ ഗസറ്റാം കോൺസെപ്ഷൻ മിലിറ്റേഷ്യ വെർട്ടഡിഗും എന്ന രേഖ യൂറോപ്യൻ സുരക്ഷാക്രമത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. ഈ നീക്കം കേവലം യൂറോപ്പിന് മാത്രമല്ല, ഭാരതത്തിന്റെ തന്ത്രപരമായ നയതന്ത്രത്തിൽ പോലും വലിയൊരു തിരുത്തൽ ശക്തിയാകുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ രേഖയുടെ പ്രസക്തി. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെയും ജനറൽ ഇൻസ്പെക്ടർ കാർസ്റ്റൻ ബ്രൂയറിന്റെയും പിന്തുണയോടെ പുറത്തിറക്കിയ ഈ പുതിയ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യക്തമാണ്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമായി ജർമ്മൻ സൈന്യമായ ബുണ്ടസ്വെറിനെ മാറ്റുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ശില. പിസ്റ്റോറിയസ് തന്നെ വിശേഷിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലെ പേസ് മേക്കർ അഥവാ മുന്നിൽ നിന്ന് നയിക്കുന്ന ശക്തിയായി ജർമ്മനി മാറാൻ ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു നിലപാട് 10 വർഷം മുൻപത്തെ ജർമ്മൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. എന്നാൽ മാറുന്ന ആഗോള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും റഷ്യയുടെ കടന്നുകയറ്റവും അമേരിക്കയുടെ മാറുന്ന മുൻഗണനകളും ജർമ്മനിയെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ പുതിയ സൈനിക തന്ത്രത്തിന്റെ പിന്നിലെ പ്രേരക ശക്തികളെ പരിശോധിക്കുമ്പോൾ 2 പ്രധാന വശങ്ങൾ കാണാം. ഒന്ന് റഷ്യയാണ്. നാറ്റോ സഖ്യത്തിന് നേരെ റഷ്യ ഉയർത്തുന്ന ഭീഷണിയും അവർ സൈനിക ശക്തിയെ നയതന്ത്രത്തിലെ ഒരു ഉപകരണമായി കാണുന്ന രീതിയും ജർമ്മനിയെ ആശങ്കപ്പെടുത്തുന്നു. രണ്ടാമത്തേത് അമേരിക്കയുടെ നിലപാടുകളാണ്. നാറ്റോയിലെ സഖ്യരാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന അമേരിക്കയുടെ വ്യക്തമായ സന്ദേശം ജർമ്മനി ഉൾക്കൊള്ളുന്നു. നാറ്റോ എന്നത് അറ്റ്ലാന്റിക് സഖ്യമായി തുടരാമെങ്കിൽ അത് കൂടുതൽ യൂറോപ്യൻ ആകണം എന്ന തത്വമാണ് ഈ രേഖ മുന്നോട്ട് വെക്കുന്നത്. അമേരിക്കയുടെ സാന്നിധ്യം കുറഞ്ഞേക്കാവുന്ന ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ജർമ്മനിയുടെ ഈ മുൻകരുതൽ. 2039 വരെ നീളുന്ന 3 ഘട്ടങ്ങളായാണ് ജർമ്മനി തങ്ങളുടെ സൈനിക പരിവർത്തനം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2029ഓടെ പ്രതിരോധ സജ്ജത പരമാവധി വർദ്ധിപ്പിക്കുക, 2035ഓടെ സുസ്ഥിരമായ സൈനിക വളർച്ച കൈവരിക്കുക, തുടർന്ന് 2039ഓടെ സാങ്കേതികമായി അതീവ മികവുള്ള സൈന്യത്തെ രൂപപ്പെടുത്തുക എന്നിവയാണ് ഇതിലെ പ്രധാന ലക്ഷ്യങ്ങൾ. 2035ഓടെ സൈനികരുടെ എണ്ണം 4,60,000 ഉയർത്തുവാനും അത്യാധുനിക സാങ്കേതിക വിദ്യകളായ AI, ഡിജിറ്റൽ ബാക്ക്ബോൺ, ദീർഘദൂര കൃത്യമായ ആക്രമണശേഷി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജർമ്മനി തീരുമാനിച്ചിരിക്കുന്നു. ലിത്വാനിയയിൽ സ്ഥിരമായി ഒരു സൈനിക ബ്രിഗേഡിനെ വിന്യസിക്കാനുള്ള തീരുമാനം ഇതിന്റെ പ്രതീകാത്മകമായ തുടക്കമാണ്. യുക്രൈനിൽ കണ്ട യുദ്ധാനുഭവങ്ങളിൽ നിന്ന് ജർമ്മനി വലിയൊരു പാഠം പഠിച്ചിട്ടുണ്ട്. പഴയ രീതിയിലുള്ള യുദ്ധമല്ല, മറിച്ച് ഡിജിറ്റൽ യുദ്ധവും സൈനിക സിവിൽ അതിരുകൾ ഇല്ലാത്ത സങ്കീർണമായ വെല്ലുവിളികളുമാണ് ഭാവിയുടേത് എന്ന് അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ സൈന്യത്തെ വെച്ച് നാളത്തെ യുദ്ധം ജയിക്കാനാകില്ല എന്ന തിരിച്ചറിവ് ഈ രേഖയിൽ ഉടനീളം കാണാം. ഈ സംഭവ വികാസങ്ങൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര അനുഭവമാണ്. ഒന്നാമതായി, ഇന്ത്യയുടെ വിദേശ നയത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ ഇത് കാരണമായേക്കാം. അമേരിക്ക, റഷ്യ, യൂറോപ്പ് എന്നിവർക്കിടയിൽ ഇന്ത്യ സൂക്ഷിച്ചു വരുന്ന സന്തുലിതാവസ്ഥയിൽ ഈ മാറ്റം വിള്ളലുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. റഷ്യയെ ഒരു സ്ഥിരമായ ശത്രുവായി കണ്ട് ജർമ്മനി കടുപ്പമേറിയ നിലപാട് സ്വീകരിക്കുമ്പോൾ റഷ്യയുമായി തുടർന്നു പോരുന്ന ഇന്ത്യയുടെ നയതന്ത്ര പ്രതിരോധ ബന്ധങ്ങൾ യൂറോപ്യൻ തലസ്ഥാനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കിയേക്കാം. ഏപ്രിൽ മാസത്തിൽ റഷ്യയുമായി ഇന്ത്യ ഒപ്പുവെച്ച ലോജിസ്റ്റിക് സപ്പോർട്ട് കരാറും സമാന്തരമായി ജർമ്മനിയുമായി ഒപ്പുവെച്ച പ്രതിരോധ വ്യവസായ കരാറും ഒരേ സമയം ഇന്ത്യ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ അടയാളമാണ്. ജർമ്മനിയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ ഇന്ത്യക്ക് വലിയൊരു അവസരമുണ്ട്. ജർമ്മനിയുടെ പുത്തൻ സൈനിക നിർമ്മാണത്തിന് ആവശ്യമായ വൻതോതിലുള്ള ആയുധങ്ങൾ, ഡ്രോണുകൾ, ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഇന്ത്യയുടെ ഉൽപാദനശേഷി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കേവലം ലൈസൻസ് അടിസ്ഥാനത്തിലുള്ള നിർമ്മാണത്തിനപ്പുറം സാങ്കേതിക കൈമാറ്റം ഉറപ്പാക്കി ഈ പങ്കാളിത്തം മുതലെടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കണം. ചുരുക്കത്തിൽ ജർമ്മനിയുടെ ഈ പുതിയ സൈനിക തന്ത്രം ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. യൂറോപ്പ് സ്വയം പുനഃസംഘടിക്കുകയും കൂടുതൽ സ്വതന്ത്രമായ ഒരു സുരക്ഷാ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യക്ക് മുന്നിലും അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ ഉയരുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ സമവാക്യങ്ങളെ എങ്ങനെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും വരും കാലത്തെ രാജ്യത്തിന്റെ തന്ത്രപരമായ മുന്നേറ്റങ്ങൾ. ജർമ്മനിയുടെ ഈ ഉണർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വയം ഒരു ദേശീയ സുരക്ഷാ തന്ത്രം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് വീണ്ടും ചിന്തിക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ്. ജർമ്മനി പുറത്തിറക്കിയ ഈ പുതിയ സൈനിക തന്ത്രം കേവലം ഒരു രേഖയല്ല,
മറിച്ച് യൂറോപ്യൻ സുരക്ഷാക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ തന്ത്രപരമായ മാറ്റത്തിൽ ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി ജർമ്മനി കാണുന്നത് തികച്ചും കണക്ക് കൂട്ടിയുള്ള ഒരു തീരുമാനമാണ്. ജർമ്മനിയുടെ ഭാവി യുദ്ധങ്ങൾക്കും പ്രതിരോധ സജ്ജീകരണങ്ങൾക്കും ഇന്ത്യയുടെ സാന്നിധ്യം അനിവാര്യമായി മാറുന്നതിന്റെ പിന്നിൽ വ്യക്തമായ സാമ്പത്തിക, സാങ്കേതിക, ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ജർമ്മനിയുടെ ഈ പുതിയ തന്ത്രത്തിന്റെ കാതൽ അഫ്വുഷ് അഥവാ സൈനികമായ വളർച്ചയാണ്. യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമായി മാറാൻ ജർമ്മനി ലക്ഷ്യമിടുമ്പോൾ അതിന് ആനുപാതികമായ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ ജർമ്മനിയുടെ ആഭ്യന്തര ഉൽപാദന ശേഷിക്ക് ഇത്രയും വലിയൊരു ലക്ഷ്യം ചുരുങ്ങിയ കാലയളവിൽ കൈവരിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രാധാന്യം ഉയരുന്നത്. പ്രതിരോധ സാമഗ്രികളുടെ വൻതോതിലുള്ള ഉൽപാദനത്തിന് ആധുനിക സൗകര്യങ്ങളുള്ള എന്നാൽ ചെലവ് കുറഞ്ഞ ഒരു നിർമ്മാണ കേന്ദ്രം ജർമ്മനിക്ക് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ മേഖലയിൽ വന്നിരിക്കുന്ന അത്ഭുതപൂർവമായ വളർച്ചയും മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് കീഴിലുള്ള ഉൽപാദന ശേഷിയും ജർമ്മൻ കമ്പനികൾക്ക് ഒരു മുതൽക്കൂട്ടാകും. P-75I സബ്മറൈൻ കരാർ ഇതിന്റെ തുടക്കം മാത്രമാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ ഉൽപാദന ശേഷിയും ഒത്തുചേരുമ്പോൾ ജർമ്മനിയുടെ സൈനിക വിപുലീകരണത്തിന് ആവശ്യമായ വേഗതയും അളവും ലഭിക്കും. സാങ്കേതികമായ ഒത്തുചേരലാണ് ജർമ്മനിയെ ഇന്ത്യയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം. ജർമ്മനിയുടെ തന്ത്രരേഖ ഊന്നൽ നൽകുന്നത് ഇൻഫർമേഷൻ അഡ്വാൻറ്റേജ് അഥവാ വിവര സാങ്കേതിക വിദ്യയിലുള്ള മേധാവിത്വത്തിനാണ്. കൃത്രിമ ബുദ്ധി, ഡിജിറ്റൽ ബാക്ക് ബോൺ, സൈബർ പ്രതിരോധം എന്നിവയിൽ ജർമ്മനിയുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ്. എന്നാൽ സോഫ്റ്റ്വെയർ വികസനത്തിലും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളിലും ഇന്ത്യ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ജർമ്മനിയുടെ ഭാവി സൈനിക സംവിധാനങ്ങൾക്ക് ആവശ്യമായ കോഡിംഗ്, എഞ്ചിനീയറിംഗ്, AI അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യൻ പ്രതിഭകൾക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. ജർമ്മൻ കമ്പനികൾക്ക് തങ്ങളുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യയുമായി സഹകരിച്ച് വികസിപ്പിക്കുന്നത് ഗവേഷണ ചെലവ് കുറയ്ക്കുവാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നേടാനും സഹായിക്കും. ഭൂമിശാസ്ത്രപരമായ തന്ത്രവും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ജർമ്മനി ഇപ്പോൾ റഷ്യയെ ഒരു പ്രധാന ഭീഷണിയായി കണക്കാക്കുന്നുണ്ട് എങ്കിലും ആഗോളതലത്തിൽ ചൈനയുടെയും മറ്റും സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ യൂറോപ്പിന് പുറത്ത് സുസ്ഥിരമായ ഒരു ജനാധിപത്യ ശക്തിയുമായി സഖ്യമുണ്ടാക്കേണ്ടത് ജർമ്മനിയുടെ ആവശ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ശക്തമാക്കുക എന്നത് ഒരു വലിയ നയതന്ത്ര ബാലൻസിംഗ് ആണ്. ജർമ്മനി ഇന്ത്യയെ ഈ തന്ത്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ഇന്ത്യയെ റഷ്യൻ സ്വാധീനത്തിൽ നിന്ന് പടിഞ്ഞാറൻ പക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്. ആഗോള സുരക്ഷാക്രമത്തിൽ ഇന്ത്യയെ ഒരു സ്ട്രാറ്റജിക് ആങ്കർ അഥവാ തന്ത്രപരമായ അടിത്തറയായി ജർമ്മനി പരിഗണിക്കുന്നു എന്ന് വേണം കരുതാൻ. കൂടാതെ ജർമ്മനിയുടെ ഈ പുതിയ തന്ത്രം യൂറോപ്പിനെ സ്വയം പര്യാപ്തമാക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ സാന്നിധ്യം കുറഞ്ഞാലും പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു യൂറോപ്പിനെയാണ് അവർ സ്വപ്നം കാണുന്നത്. ഇതിനാവശ്യമായ വിതരണ ശൃംഖലകൾ യൂറോപ്പിന് പുറത്തും സുരക്ഷിതമായ ഇടങ്ങളിലും വേണം. ഇന്ത്യ ജർമ്മനിയുടെ തന്ത്രപരമായ പങ്കാളി എന്ന നിലയിൽ ഈ വിതരണ ശൃംഖലയിൽ നിർണായകമായ ഒരു ഇടമായി മാറും. ഡ്രോണുകൾ, ആർട്ടിലറി സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ജർമ്മനിയിലേക്ക് എത്തിക്കുന്നത് വഴി തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തെ അവിചാരിതമായ പ്രതിസന്ധികളിൽ നിന്ന് സംരക്ഷിക്കുവാൻ അവർക്ക് സാധിക്കും. അവസാനമായി ജർമ്മനിയുടെ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയും അവസരവുമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ നയങ്ങളിൽ കടുപ്പമേറിയ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യക്ക് തൻ്റെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം നിലനിർത്തുക എന്നത് പ്രയാസകരമാകും. എന്നാൽ അതേസമയം ജർമ്മനിയുടെ പ്രതിരോധ ഉൽപ്പാദനത്തിന്റെ ഭാഗമാകുന്നത് ഇന്ത്യയുടെ സൈനിക വ്യവസായത്തെ ആഗോളതലത്തിലേക്ക് ഉയർത്തുവാനും സഹായിക്കും. ചുരുക്കത്തിൽ ജർമ്മനിയുടെ ഈ പുതിയ സൈനിക തന്ത്രത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് അടുത്ത പതിറ്റാണ്ടുകളിലെ ആഗോള അധികാര സന്തുലനത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു നിർണായകമായ നീക്കമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സഹകരണം ജർമ്മനിയുടെ സുരക്ഷാ ആവശ്യങ്ങളെയും ഇന്ത്യയുടെ വ്യാവസായിക സാങ്കേതിക ലക്ഷ്യങ്ങളെയും ഒരേ സമയം പൂർത്തീകരിക്കുന്ന ഒന്നായി മാറും. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാറുകളെയും ആഗോളതലത്തിൽ നടക്കുന്ന തന്ത്രപരമായ മാറ്റങ്ങളെയും പലരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ രാജ്യാന്തര നയതന്ത്രത്തിന്റെ സങ്കീർണമായ ലോകത്ത് ഒരൊറ്റ നേതാവിന്റെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലോ അധിഷ്ഠിതമായി ഇത്തരം വലിയ തീരുമാനങ്ങൾ എടുക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ വിദേശ നയത്തെയും പ്രതിരോധ തന്ത്രങ്ങളെയും ഒരു വ്യക്തിയുടെയോ ഒരു ഭരണകൂടത്തിന്റെയോ പ്രവൃത്തികൾക്കുള്ള തിരിച്ചടി എന്ന് വിളിക്കുന്നത് അത്യന്തം ലളിതവൽക്കരിച്ച ഒരു കാഴ്ചപ്പാടാണ്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ ട്രംപ് എന്ന വ്യക്തിയോടുള്ള എതിർപ്പല്ല, മറിച്ച് അമേരിക്കൻ വിദേശ നയത്തിൽ വരാൻ സാധ്യതയുള്ള അസ്ഥിരതകളെയും മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ഇന്ത്യ സ്വീകരിക്കുന്ന തന്ത്രപരമായ മുൻകരുതൽ മാത്രമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം അമേരിക്കൻ സുരക്ഷാ മുൻഗണനകളെ പലപ്പോഴും മാറ്റിമറിക്കാറുണ്ട്. സഖ്യരാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നെന്ന് തോന്നൽ ഇത്തരം നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഒരൊറ്റ രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണെന്ന് തിരിച്ചറിയും.
ജർമ്മനിയുമായി ഇന്ത്യ നടത്തുന്ന ഈ കരാറുകൾ വരാനിരിക്കുന്ന ഏതൊരു ആഗോള സാഹചര്യത്തെ നേരിടാൻ തയ്യാറാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ഇത് അമേരിക്കയോടുള്ള വെറുപ്പല്ല, മറിച്ച് സ്വന്തം സുരക്ഷാ താല്പര്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ അനിശ്ചിതത്വത്തെ ആശ്രയിച്ച് നിൽക്കരുത് എന്ന ബോധ്യമാണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രതിരോധ കരാറുകൾ യാതൊരു മുൻവിധിയുമില്ലാതെ രാജ്യത്തിൻ്റെ ദീർഘകാല താല്പര്യം മുൻനിർത്തിയാണ് രൂപകൽപ്പന ചെയ്യാറുള്ളത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ കാതലായ തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്നത് ഏതെങ്കിലും ഒരു ചേരിയിൽ ഉറച്ചു നിൽക്കുന്നതിലല്ല, മറിച്ച് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻഗണന നൽകുന്നതിലാണ്. റഷ്യയുമായി നീണ്ടകാലത്തെ ബന്ധമുള്ള ഇന്ത്യ അമേരിക്കയുമായി ആഴത്തിലുള്ള പ്രതിരോധ പങ്കാളിത്തം പുലർത്തുന്നുണ്ട്. ഇതിനിടയിലേക്കാണ് ജർമ്മനിയെ കൂടി ഒരു പ്രധാന പങ്കാളിയായി ഇന്ത്യ ഉൾപ്പെടുത്തുന്നത്. ഇത് കാണിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്രം ട്രംപിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല, മറിച്ച് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയുമായി ചേർന്ന് ആഗോളതലത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്നതാണ്. ജർമ്മനിയുടെ പുതിയ സൈനിക തന്ത്രമായ ഗസറ്റാം കോൺസെപ്ഷൻ യൂറോപ്പിന്റെ സുരക്ഷയിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിൽ പങ്കാളിയാകുന്നത് വഴി യൂറോപ്പിലെ സുരക്ഷാ ചർച്ചകളിൽ ഇന്ത്യക്ക് കൂടുതൽ ശബ്ദം ലഭിക്കും. പ്രതിരോധ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു വാങ്ങുന്നയാൾ എന്ന നിലയിൽ നിന്ന് സഹ ഉൽപ്പാദകൻ എന്ന നിലയിലേക്ക് വളരുകയാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം ട്രംപിന്റെ വാണിജ്യ നയങ്ങളോടുള്ള പ്രതികരണമല്ല, മറിച്ച് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ സൈനിക വ്യവസായത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തും. ഇത് അമേരിക്കൻ കമ്പനികൾക്കും മറ്റ് ആഗോള ശക്തികൾക്കും ഇന്ത്യയുടെ വിപണിയിൽ മത്സരിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയുള്ളൂ, അല്ലാതെ ഇതൊരു തിരിച്ചടിയായി കാണാൻ സാധിക്കില്ല. ആഗോള അധികാരം ഒരു കേന്ദ്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാലം കഴിഞ്ഞു എന്ന ബോധം ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ഏഷ്യയിൽ ചൈനയുടെ ഉയർച്ചയും യൂറോപ്പിൽ റഷ്യയുടെ അധിനിവേശവും ലോകത്തെ ബഹുധ്രുവങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് മാത്രം അമിതമായി വിധേയപ്പെടാതെ സമാന ചിന്താഗതിക്കാരായ മറ്റ് രാജ്യങ്ങളുമായി തന്ത്രപരമായ സഖ്യമുണ്ടാക്കുക എന്നത് വലിയൊരു നയതന്ത്ര മിടുക്കാണ്. ജർമ്മനിയുമായുള്ള ഇന്ത്യയുടെ കരാർ ഈ ദിശയിലുള്ളതാണ്. ഇത് ട്രംപിനോട് പ്രതികരിക്കാനല്ല, മറിച്ച് ഇന്ത്യയെ വരും നൂറ്റാണ്ടിലെ ഒരു പ്രധാന ആഗോള ശക്തിയായി വളർത്താൻ ഇന്ത്യ സ്വയം ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പാണ്. ചുരുക്കത്തിൽ ട്രംപിന്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ നയങ്ങൾക്കേറ്റ തിരിച്ചടിയല്ല ഈ പ്രതിരോധ കരാർ. ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ തന്റെ ഭാവി സുരക്ഷിതമാക്കാൻ സ്വീകരിക്കുന്ന സ്വാഭാവികമായ നടപടികൾ മാത്രമാണിത്. നയതന്ത്രത്തിൽ തിരിച്ചടികൾ എന്നത് താൽക്കാലികമാണ്, എന്നാൽ തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നവയാണ്. ഇന്ത്യ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദീർഘകാലത്തേക്ക് ഫലം നൽകുന്ന ഇത്തരം പങ്കാളിത്തങ്ങളെയാണ്. അതിനാൽ ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ നാടകമായി കാണുന്നതിനേക്കാൾ ഇന്ത്യയുടെ തന്ത്രപരമായ പക്വതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും അടയാളമായി കാണുന്നതാകും കൂടുതൽ ഉചിതം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.